നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അദാനി US വഞ്ചന കുറ്റത്തെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികൾ 7 മുതൽ 23% വരെയാണ് ഇന്ന് ഇടിഞ്ഞത്. $27 ബില്യൺ വിപണി നഷ്ടമാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം എങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്തരത്തിലായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, വിപണി വലിയ ഇടിവിലേക്കൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വാട്സപ്പ് ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ വിപണിയിൽ വീണ്ടും വലിയൊരു ഫോൾ തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ വിപണിയിൽ ഒരു റിക്കവറിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് US-ൽ അദാനി ഗ്രൂപ്പിനെതിരെ പുതിയൊരു ആരോപണം വരുന്നതും ഇന്ത്യൻ വിപണി ഇടിയുന്നതും. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടായ ഈ ഒരു ആഘാതം എത്രത്തോളം വലുതാണ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്തരത്തിലായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം US തട്ടിപ്പ് കുറ്റാരോപണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ സെക്യൂരിറ്റി തട്ടിപ്പ്, വയർ ഫ്രോഡ് കോൺസ്പിറസി, വൈദ്യുതി വിതരണ ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനുള്ള $265 മില്യൺ പദ്ധതിയിൽ കൈക്കൂലി എന്നിവയ്ക്ക് US പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തി. ഇതിൽ വലിയ ആഘാതം തന്നെയാണ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് അദാനി എന്റർപ്രൈസ് 23% ഇടിഞ്ഞു. അദാനി ഗ്രീൻ എനർജി ഓഹരികൾ 19%, മറ്റ് അദാനി ഓഹരികളും വലിയ രീതിയിൽ തന്നെ കൂപ്പുകുത്തി. അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ മൂല്യത്തിൽ $27 ബില്യൺ നഷ്ടപ്പെട്ടു. $600 മില്യൺ US ബോണ്ട് വിൽപ്പന അദാനി ഗ്രീൻ റദ്ദാക്കി. അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ ഇടിവാണ് ഈ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടായത്. ഇനി മറ്റൊരു മുഖ്യമായ കാര്യം കൂടിയുള്ളത്, US ഇതിനോടകം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഗൗതമിനും സാഗർ അദാനിക്കും എതിരെയാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ആരോപണങ്ങളുടെ വിശദാംശത്തിലേക്ക് വരാം. 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ വരുമാനം പ്രതീക്ഷിക്കുന്ന കരാറുകൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകി എന്നതാണ് ഒരു ആരോപണമായി വരുന്നത്. 2021 അദാനി ഗ്രീൻ എനർജി നൽകിയ $750 ബില്യൺ ബോണ്ട് വാഗ്ദാനത്തിൽ തെറ്റായ വിവരണം നൽകി അഴിമതി മറച്ചുവെച്ചുകൊണ്ട് $300 കോടി വായ്പയും ബോണ്ടുകളും സമാഹരിച്ചു. ഇത്രയുമാണ് ആരോപണങ്ങളായി വരുന്നത്. ഇനി നമ്മൾ ഈ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഘാതം എത്തരത്തിലായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി അദാനി ഗ്രൂപ്പിനെതിരെ വലിയൊരു ആരോപണം വരുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടായിരുന്നു. 2023 ജനുവരിയിലാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് ഒരു സ്വകാര്യ കമ്പനിയുടെ റിപ്പോർട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് US പ്രോസിക്യൂട്ടർമാരും SECമാരും ഉൾപ്പെട്ട തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് തന്നെ കാണേണ്ടി വരും. ഇനി ഇന്ത്യയുടെ പ്രതിച്ഛായയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണണം. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലുണ്ട്. കൂടാതെ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി മൂന്നാമതായി നമ്മൾ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം ഇനി വിദേശ നിക്ഷേപകരുടെ നിലപാട് എന്തായിരിക്കും? ക്യാഷ് മാർക്കറ്റിൽ FISന്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ന് 5320 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സെല്ലിങ്ങുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ഒരു സെല്ലിംഗ് വന്നിരിക്കുന്നത്. അതായത് FIS വീണ്ടും സെല്ലിങ്ങിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കകൾ നമുക്ക് ഇതോടുകൂടി കൂടുകയാണ്. FIS വീണ്ടും പഴയപടി തന്നെ സെല്ലിങ്ങിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി മറ്റൊരു പ്രശ്നമായി വരാൻ സാധ്യതയുള്ളത് കമ്പനിയുടെ കടമെടുക്കൽ ചെലവുകളും തിരിച്ചടവ് അപകട സാധ്യതകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഏതൊക്കെ സെക്ടറുകളെയാവും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഊർജം, പുനരുപയോഗം എന്നിവയിൽ അദാനി ഗ്രൂപ്പിന്റെ ആധിപത്യം കൊണ്ട് നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഇന്ത്യയിലെ ഈ നിർണായക മേഖലകളെയും ബാധിച്ചേക്കാം. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്തയുടെ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ആഘാതമായി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപകട സാധ്യതകൾ കൂടുതലുള്ള സ്റ്റോക്കുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിനോടകം അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഈ കാര്യങ്ങളിൽ തൃപ്തരാണെങ്കിൽ നാളെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ഇടിവ് വീണ്ടും നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഏതായാലും നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം.